കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. രോഗി ഉൾപ്പെടെ 2 പേർ മരിച്ചു. 7ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ. മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞുവെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നീക്കം വിവാദത്തിൽ. പൊയ്യ പഞ്ചായത്ത് പൂപ്പത്തിയിൽ നടത്തിയ ഉന്നതി അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായാണ് MLAയുമായി കലഹിച്ച് പ്രസിഡന്റ് ചടങ്ങ് ബഹിഷ്കരിച്ചത്. സംസ്ഥാനത്തെ പല വകുപ്പുകളിലും ചില ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. സാണ്ടർ കെ തോമസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രേയാംസ് കുമാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. രോഗി ഉൾപ്പെടെ 2 പേർ മരിച്ചു. 7ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ. കാണിപ്പയ്യൂർ കുരിശുപള്ളിക്ക് സമീപം ഇന്ന് വൈകിട്ട് 3:45ഓടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ കുന്നംകുളത്തെയും തൃശൂരിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഭാഗത്തു നിന്ന് കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ആംബുലൻസും എതിരെ വന്നിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയായ കണ്ണൂർ സ്വദേശി കുഞ്ഞിരാമൻ, കാർ യാത്രികയായ കൂനമുച്ചി കുത്തൂർ ആൻഡോ ഭാര്യ പുഷ്പയുമാണ് മരിച്ചത്. ആൻഡയുടെ നില ഗുരുതരമായി തുടരുകയാണ്. എറണാകുളം കിൻഡർ ഹോസ്പിറ്റലിന്റെ ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് ഡീസൽ ടാങ്കും ചോർന്നു. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. മേഖലയിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മീഡിയ ടൈം, തൃശൂർ. മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞുവെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നീക്കം വിവാദത്തിൽ. പൊയ്യ പഞ്ചായത്ത് പൂപ്പത്തിയിൽ നടത്തിയ ഉന്നതി അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായാണ് MLAയുമായി കലഹിച്ച് പ്രസിഡന്റ് ചടങ്ങ് ബഹിഷ്കരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചില്ലെന്ന MLAയുടെ പരാമർശമാണ് പ്രസിഡന്റിനെ ചൊടിപ്പിച്ചത്. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പൂപ്പത്തി ഉന്നതിയിൽ അംബേദ്കർ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി പൂർത്തിയാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സംഭവം. പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മന്ത്രി OR കേളുവായിരുന്നു. മന്ത്രി എത്തുന്നതിന് മുൻപ് VR സുനിൽകുമാർ MLAയും പ്രസിഡന്റ് ഡെയ്സി തോമസും തമ്മിലുണ്ടായ സംഭാഷണത്തിനിടെയാണ് പരിപാടിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞ കാര്യത്തെപ്പറ്റി പറഞ്ഞത്. പരിപാടി നടന്ന സ്ഥലത്തെ 2 പേർ മാത്രമാണ് തൊഴിലുറപ്പ് പരിപാടിക്ക് പോയതെന്നും കുടുംബശ്രീ ഭാരവാഹികളെ പോലും അറിയിച്ചില്ലെന്ന ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ആളുകൾ എത്താത്തതിന്റെ ഉത്തരവാദിത്തം തനിക്കില്ലെന്നും MLAയിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും പൊതുജന മധ്യത്തിൽ അവഹേളനം നേരിട്ടതിനാലാണ് പരിപാടി ബഹിഷ്കരിച്ചതെന്നുമാണ് പ്രസിഡന്റ് പറയുന്നത്. അതേസമയം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ തൊഴിലുറപ്പ് പണി അതേ വാർഡിൽ നടത്തുന്നതിനെ ഉന്നതിയിൽ സ്ത്രീ ചോദ്യം ചെയ്തുവെന്നും ഈ വിഷയമാണ് പ്രസിഡന്റിനോട് ചോദിച്ചതെന്നും അവഹേളിച്ചില്ലെന്നുമാണ് MLA പറയുന്നത്. മീഡിയ ടൈം, മാള. സംസ്ഥാനത്തെ പല വകുപ്പുകളിലും ചില ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് RJD സംസ്ഥാന പ്രസിഡന്റും PTI ചെയർമാനുമായ MV ശ്രേയാംസ് കുമാർ. സോഷ്യലിസ്റ്റ് നേതാവും പരിസ്ഥിതി പൊതുപ്രവർത്തകനുമായിരുന്ന സാണ്ടർ കെ തോമസിന്റെ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രേയാംസ് കുമാർ. ചടങ്ങിൽ മന്ത്രി K രാജന് 22,222 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന പുരസ്കാരം നൽകി. ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ട മാള കാർമൽ കോളേജിലെ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേലിനും പുരസ്കാരം നൽകി. അനുസ്മരണ സമിതി ചെയർമാൻ ജെയ്സൺ മാണി അധ്യക്ഷനായി. VR സുനിൽകുമാർ MLA, RJD സംസ്ഥാന സെക്രട്ടറി യൂജിൻ മൊറേലി, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK ഡേവിസ്, CFI ഡയറക്ടർ PJ മാത്യു, സോഷ്യലിസ്റ്റ് കൾച്ചറൽ സെന്റർ സംസ്ഥാന പ്രസിഡന്റ് CB K തോമസ്, MP ജാക്സൺ, KC വർഗീസ്, ജോർജ് V ഐനിക്കൽ എന്നിവർ പ്രസംഗിച്ചു. അതൊക്കെ ലഘൂകരിക്കേണ്ട കാര്യമാണ്. സമയം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ഡിജിറ്റലൈസേഷൻ. കുറേ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ പോക്കുവരവെല്ലാം തന്നെ നമുക്ക് ഡിജിറ്റലി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിന് കുറച്ച് സമയമെടുക്കും. അന്ന് കോഴിക്കോട് മീറ്റിംഗ് കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. അത് റെക്കോർഡ് മുഴുവൻ പരിശോധിച്ച് ഇതിൽ യാതൊരു എററില്ലാന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വേറെ ആളുടെ ഭൂമി മറ്റുള്ള ആൾക്കാർ പിന്നെ കയ്യിലായി കഴിഞ്ഞ പ്രശ്നമാകുന്നുണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പത്തിലുള്ള കാര്യം. എന്നാൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്.
ഡിജിറ്റലൈസേഷൻ്റെ കാര്യത്തിൽ. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റവന്യൂ വകുപ്പ് വളരെ തന്നെ സുതാര്യമായ ആൾക്കാർക്ക് സേവനം ലഭ്യമാക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാം തന്നെ ശ്രീ കെ രാജൻ്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പത്തിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വകുപ്പല്ല അത്. മീഡിയ ടൈം മാള. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ കുന്നുകര പഞ്ചായത്തിലെ ഒപ്പം സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. നോർത്ത് കുത്തിയത്തോടിലെ റോസി അഗസ്റ്റിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ജോജു ജോർജ് സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷത വഹിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി എം വർഗീസ്, സി കെ കാസിം, സംഘാടക സമിതി ചെയർമാൻ പി ഡി ജെയ്സൺ, ജിജോ പഞ്ഞിക്കാരൻ എന്നിവർ സംസാരിച്ചു. പെൺകുട്ടികളുള്ള കുടുംബനാഥ വിധവകളായ കുടുംബത്തിനാണ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഒപ്പം സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായി 500 ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മീഡിയ ടൈം കുന്നുകര. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ പ്രൊഫസർ എം കെ സാനു അനുസ്മരണവും സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ ടി കെ ഗംഗാധരന് ആദരവും സംഘടിപ്പിച്ചു. സാഹിതി ഗ്രാമികയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കവി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. അധികം സമകാല മലയാള കവിതയെക്കുറിച്ച് ആണ് പറഞ്ഞത്. തുടങ്ങിയത് തന്നെ എനിക്ക് 98 വയസ്സായി. ഞാനൊരു പഴയ ഭാവുകത്വത്തിൻ്റെ ആളാണ്. ഞാൻ കുഞ്ഞിരാമൻ നായരുടെയും കുമാരനാശാന്റെയും എഴുത്തച്ഛൻ്റെയും എല്ലാം കവിത ആസ്വദിക്കുന്ന ഒരാളാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം ആധുനിക കവിതയിലേക്ക് വരികയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മലയാള കവിതയുടെ ഇന്നത്തെ വഴികളിലേക്ക് വെളിച്ചം വീശുന്നതും ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ നമ്മുടെ അദീന ടീച്ചർ സംസാരിക്കും. അതുകൊണ്ട് കടലായിൽ ശ്രീധരൻ അധ്യക്ഷനായി. ഡോക്ടർ എം എൻ അദീന സാനുമാഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ, വടക്കേടത്ത് പത്മനാഭൻ എന്നിവർ ചേർന്ന് ടി കെ ഗംഗാധരന് ഗ്രാമികയുടെ ആദരം സമർപ്പിച്ചു. ഗംഗാധരന്റെ സാഹിത്യകൃതികളെ വിലയിരുത്തി ദേശഭാവുകത്വത്തിന്റെ രചനകൾ എന്ന വിഷയത്തിൽ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് KKTM കോളേജ് വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജി ഉഷാകുമാരി പ്രഭാഷണം നടത്തി. സിൻഡോ കോങ്കോത്ത്, കരീം കെ പുറം, തുമ്പൂർ ലോഹിതാക്ഷൻ, അനീഷ്, ഹാറൂൺ, റഷീദ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ അന്നമനട മാള ഏരിയ കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ദിനാചരണവും വിതരണവും സംഘടിപ്പിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അമ്മിണി കുമാരൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മെമ്പർഷിപ്പ് ഇന്നത്തെ ദിവസം കൊടുക്കുമ്പോൾ മുഴുവൻ കൺവീനർമാരും ആ അംഗങ്ങൾക്ക് പൂർണ്ണമായി പൂരിപ്പിച്ച് അംഗം ഒപ്പുവെച്ച് കൊടുക്കുന്ന കൺവീനറും ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ അംഗങ്ങളുടെ കയ്യിൽ എത്താൻ പാടുള്ളൂ. പൂർണ്ണമായിട്ട് പൂരിപ്പിച്ച ലീഫായിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് സമം നമുക്ക് സാന്ത്വനമാണ്. കഴിഞ്ഞ വർഷമൊന്നും പുതിയ ആളുകൾക്ക് സാന്ത്വനത്തിന്റെ ലീഫ് നമ്മൾ കൊടുക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോ ഈ വർഷം സാന്ത്വനത്തിന്റെ ലീഫ് അടക്കം പുതിയ ആളുകൾക്ക് നമ്മൾ കൊടുത്തു വരണം. ആ സാന്ത്വനത്തിന്റെ ലീഫും നമ്മൾ പൂർണ്ണമായി പൂരിപ്പിച്ചു മാത്രമേ അംഗങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പാടുള്ളൂ എന്ന് പ്രത്യേകം കൺവീനർമാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. AKTA മാള ഏരിയ പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വയം സഹായ സംഘം കൺവീനർമാർ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. അന്നമനട ഏരിയ ട്രഷറർ സുഭദ്ര ശങ്കരനാരായൺ, ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ്, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, യൂണിറ്റ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. ഭാരതീയ ജനതാ പാർട്ടി കൊടുങ്ങല്ലൂർ മണ്ഡലം പുത്തഞ്ചിറ പഞ്ചായത്ത് 8ാം വാർഡ് വികസിത കേരളം പ്രവർത്തക ടീം അംഗങ്ങളുടെ വാർഡ് സമ്മേളനം നടന്നു. SC മോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്രീ സജീവ് പള്ളത്ത് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൺവീനർ ജിതേഷ് അധ്യക്ഷനായി. ഷിനോജ് പണ്ടാരിൽ, IS മനോജ്, ജനീഷ് കുറ്റിപ്പറമ്പത്ത്, രശ്മി അനിൽ,
സജീഷ് മുണ്ടശ്ശേരി, അശോകൻ പരുപ്പിൽ, സുധീഷ് കുന്നത്ത്, TC ബിജു, ഗ്രീഷ്മ സജീവൻ, സുജേഷ്, ശ്രീനിവാസൻ പനങ്ങാടൻ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊയ്യ പഞ്ചായത്ത് 13-14 വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയൽവക്കത്തുള്ള BJP-ക്കാർ പോലും സമ്മതിക്കില്ല. അദ്ദേഹം പ്രസിഡന്റ് ഒന്നും ആയിരുന്നില്ല, കോൺഗ്രസ്സുകാരനായിരുന്നു മാത്രമേ പറയൂ. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു 100 വർഷം മുൻപ് പ്രസിഡന്റ് ആയിരുന്നു. അതിന് കാരണം ഇപ്പോഴത്തെ ചരിത്രം തന്നെ വളച്ചൊടിച്ചു വരികയാണ്. പോർബന്തറിൽ മഹാത്മജി ജനിച്ച സ്ഥലത്ത്, അല്ലെങ്കിൽ അദ്ദേഹം വെടിയേറ്റ് മരിച്ച സ്ഥലത്ത് മഹാത്മാഗാന്ധിയെ കുറിച്ച് സുദീർഘമായ ഒരു ലേഖനം പോലെ ഒരു മാർബിൾ ഫലകത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചുരുക്കമായി എഴുതി വെച്ചിട്ടുണ്ടായി. CJ ബേബി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ, വക്കച്ചൻ അമ്പുക്കൻ, TK കുട്ടൻ, ബൈജു കണ്ടപ്പശ്ശേരി, ഔസേപ്പച്ചൻ ജോസ്, തോമസ് കല്ലറയ്ക്കൽ, ബിബിൻ പഞ്ഞിക്കാരൻ, ഡെയ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള യൂണിവേഴ്സിറ്റി നടത്തിയ BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കൊടകര വഴിയമ്പലം സ്വദേശി VS അഞ്ജലിയെ CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PR പ്രസാദൻ അഞ്ജലിയെ പൊന്നാടയണിയിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, ശക്തിനഗർ വാർഡ് സെക്രട്ടറി IR ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. വെല്ലപ്പാടി വയലക്കട സത്യന്റെയും ഷിജിയുടെയും മകളായ അഞ്ജലി കൊടകര വഴിയമ്പലം ചെറുവർമേൽ ആകാശിന്റെ ഭാര്യയാണ്. ഡോക്ടർ MS മേനോൻ ജന്മശതാബ്ദി ആഘോഷവും സാഹിത്യ വിചാരവും സംഘടിപ്പിച്ചു. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിയ പരിപാടി മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. മേനോൻ അനുസ്മരണ സമിതി കൺവീനർ നാഥൻ K സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ കവിത സോമൻ ഭാരതീയ ദർശനം നൈതിക മാനങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ആമ്പല്ലൂർ എഴുത്തകം പ്രസിഡന്റ് ED ഡേവിസ്, മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായ്, ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം MK ബാബു, കൊടകര ഗ്രാമപഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ്, C ജയരാമൻ, MK ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ആമ്പല്ലൂർ എഴുത്തകം പ്രസിദ്ധീകരിക്കുന്ന NBയുടെ രംഗനാഥ് നന്ദയുടെയും നാട്ടിൽ എന്ന പുസ്തകത്തിന്റെ പ്രീ പബ്ലിക്കേഷൻസ് കൂപ്പണിന്റെ വിതരണോദ്ഘാടനവും പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിച്ചു. കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടും നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രമോദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി രവീന്ദ്രൻ കരിമ്പറമ്പിൽ, പ്രസിഡന്റ് ഷജീൽ കരിമ്പറമ്പിൽ, സെക്രട്ടറി ബിനോയ് പാണപ്പറമ്പിൽ, നന്ദകുമാർ കുര്യക്കോട്ട്, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലേക്ക് ഇല്ലം നിറയ്ക്ക് ആവശ്യമായ നെൽക്കതിർ വഴിപാടായി സമർപ്പിച്ചത് ബിനോയ് പാണപ്പറമ്പിലാണ്. കിഴക്കേ സെറ്റ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആനയൂട്ട് നടത്തിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി. AKTA ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. EP ജെയിംസ്, KK ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറിമാർ, സ്വയം സഹായ സംഘങ്ങളിലെ കൺവീനർമാർക്ക് മെമ്പർഷിപ്പ് വിതരണം നടത്തി. BJP പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി സന്തോഷ് ബലിദാൻ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ ഞാറ്റുകെട്ടി അധ്യക്ഷനായി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ്, ജനറൽ സെക്രട്ടറി KB അജയ് ഘോഷ്, മണ്ഡലം പ്രഭാരി KR വിദ്യാസാഗർ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു, TS പ്രകാശൻ, KA മനോജ്, സുരേഷ് പള്ളത്ത്,
നിശാന്ത് ഈരേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. BJP വട്ടേക്കാട് വാർഡ് സമ്മേളനം നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സജിനി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. BJP കൊടകര നോർത്ത് ജനറൽ സെക്രട്ടറി OB ബിബിൻ, സൗത്ത് ജില്ലാ അധ്യക്ഷൻ AR ശ്രീകുമാർ, മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, നോർത്ത് പ്രസിഡന്റ് KV ബാബു, വാർഡ് കൺവീനർ PK സുരേഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിമുക്ത ഭടന്മാരെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് അപകടം. രോഗി ഉൾപ്പെടെ 2 പേർ മരിച്ചു. 7ഓളം പേർക്ക് പരിക്കേറ്റു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ. മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ജനപങ്കാളിത്തം കുറഞ്ഞുവെന്ന ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നീക്കം വിവാദത്തിൽ. പൊയ്യ പഞ്ചായത്ത് പൂപ്പത്തിയിൽ നടത്തിയ ഉന്നതി അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായാണ് MLAയുമായി കലഹിച്ച് പ്രസിഡന്റ് ചടങ്ങ് ബഹിഷ്കരിച്ചത്. സംസ്ഥാനത്തെ പല വകുപ്പുകളിലും ചില ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ അനാവശ്യമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് RJD സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ. സാണ്ടർ K തോമസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രേയാംസ് കുമാർ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.